ബഡ്ജറ്റിന്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഈ തയ്യാറെടുപ്പിനിടയിൽ KN ബാലഗോപാൽ ഒരുപാട് ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് കൊടുത്തു, മാതൃഭൂമി കൊടുത്തു, പല ചാനലുകൾക്കും കൊടുത്തു, റിപ്പോർട്ടറിന് കൊടുത്തു. ഈ ബൈറ്റുകളിലെല്ലാം അദ്ദേഹം വളരെ പ്രതീക്ഷയാണ് പറയുന്നത്. സമ്മാന പെരുമഴയായിരിക്കും വരാൻ പോകുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നു. സമ്മാന പെരുമഴയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഉദ്യോഗസ്ഥ സംവിധാനത്തിനായിരിക്കും. അവരുടെ ശമ്പള പരിഷ്കരണത്തിന് സംവിധാനമുണ്ടാകും. അതുപോലെ തന്നെ പെൻഷൻ പ്രായം ഇനി ഒരു വർഷം കൂടെ കൂട്ടുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് CPM നിൽക്കുന്നത്. അതുകൊണ്ട് പെൻഷൻ പ്രായം ഒരു വർഷം കൂട്ടുമോ എന്നറിയത്തില്ല. പിന്നെ ശമ്പള പരിഷ്കരണം കൊടുക്കും. 13% DA ഉള്ളത് 1-2% DA കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മെഡിസെപ്പിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധ്യത, അത് ഓപ്ഷണൽ ആക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയാണ് പങ്കാളിത്ത പെൻഷനെ പിൻവലിച്ചുകൊണ്ട് അഷ്വേർഡ് പെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 2000 രൂപയാണ് ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് ഒരു പക്ഷേ 2500 ആക്കിയേക്കാം. ആശാ വർക്കേഴ്സിന്റെ ശമ്പള തുക ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കൂട്ടിയേക്കാം. അംഗനവാടിക്കാരുടെ തുക കൂട്ടാൻ സാധ്യതയുണ്ട്. ആയമാരുടെ, പാചക തൊഴിലാളികളുടെ ഒക്കെ തുക കൂട്ടാൻ സാധ്യതയുണ്ട്. ക്ഷേമനിധി ബോർഡുകളുടെ തുക കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വനിതകൾക്കും സീനിയർ സിറ്റിസനും ചെറുപ്പക്കാർക്കും വേണ്ടി പുതിയ പദ്ധതികൾ വരാൻ സാധ്യതയുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതി വരും. അങ്ങനെ സമസ്ത ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു സമ്മാന പെരുമഴയായിരിക്കും. ലോട്ടറി അടിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും വയ്ക്കുന്നത്. പ്രശ്നം വേറൊന്നുമല്ല, ഇതെല്ലാം നടപ്പിലാക്കാൻ പണമുണ്ടോ? ഇപ്പോൾ തന്നെ കോടാനുകോടി രൂപയുടെ നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് ഇതൊക്കെ നടത്തിയെടുക്കാൻ പണമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴും ബാലഗോപാൽ ജനപ്രിയ ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ കുറേ ഘടകങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ, പിന്നെ കരാർ തൊഴിലാളികളെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ, പിന്നെ ഒരുപാട് കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ലൈബ്രറിയന്മാര്, അതുപോലെ തന്നെ സ്കൂളിന്റെ ആയമാര്, അങ്ങനെ കുറെ അധികം ആളുകളെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്ഥിരപ്പെടുത്താനുള്ള കാര്യങ്ങൾ, പരമാവധി ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങൾ, പിന്നെ നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു തടസ്സമുള്ളത് കൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒന്നിച്ചൊരു മാസ് സ്ഥിരപ്പെടുത്തൽ നടന്നു. പക്ഷെ അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. സുപ്രീം കോടതി കേസ് കിടക്കുന്നതുകൊണ്ട് അവർക്ക് പേ സ്കെയിലും കൊടുത്തിട്ടില്ല, അവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗം കിടപ്പുണ്ട്. അവരെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ അത് UDF വരികയാണെങ്കിൽ അവരെ പിരിച്ചുവിടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ UDF വരുമ്പോൾ അവരെ പിരിച്ചുവിടുമെന്ന് അറിയത്തില്ല. എന്തായാലും അത് 5 വർഷം കൂടെ കഴിഞ്ഞല്ലോ അവരുടെ കാര്യത്തിൽ. 10 വർഷമായി അവരിപ്പോൾ. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു സമ്മാന പെരുമഴ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. ഇവ പ്രഖ്യാപിക്കുന്നവയെല്ലാം കൊടുക്കാൻ ഗവൺമെന്റിന്റെ പണം ഉണ്ടാവും. കാര്യം പ്രഖ്യാപിച്ച് 2 മാസത്തിനകത്ത് എന്ത് വരും? തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നല്ലേ കഴിയും. മെയ് 27 തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ എന്തായാലും ഏപ്രിൽ മാസത്തിലോ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ മെയ് ആദ്യം തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നെ ഇത് പ്രഖ്യാപിക്കുന്ന ഏപ്രിലായിരിക്കും. അപ്പോൾ പിന്നെ മാർച്ചും കൊണ്ട് 1-2 മാസമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നടപ്പിലാക്കുമോ ഇല്ലേ എന്നറിയത്തില്ല. എന്തായാലും വളരെ വലിയ തോതിലുള്ള ഒരു ആനുകൂല്യ പ്രഖ്യാപന പെരുമഴയാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത്.